ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്തുള്ള നെടുങ്കണ്ട എന്ന സ്ഥലത്താണ്. വർക്കലയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടെ അതിമനോഹരമായൊരു തുരുത്തുണ്ട്, അവിടേക്കാണ് നമ്മുടെ യാത്ര. ഇതാണ് നെടുങ്കണ്ട കടവ്. ഇവിടെ നിന്നും വള്ളത്തിലാണ് നമ്മൾ പൊന്നുംതുരുത്തിലേക്ക് പോകുന്നത്. ഇത് ക്ഷേത്രം വക വള്ളമാണ്. ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വള്ളമാണ്. യാതൊരു വിധത്തിലുള്ള ചാർജോ മറ്റും ഒന്നും തന്നെ ഈടാക്കുന്നില്ല. ഈ വള്ളത്തിൽ നമുക്ക് സൗജന്യമായിട്ട് തന്നെ യാത്ര ചെയ്യാവുന്നതാണ്. ഈ കാണുന്നതാണ് പൊന്നുംതുരുത്ത് അഥവാ ഗോൾഡൻ ഐലൻഡ്. പണ്ട് രാജഭരണകാലത്ത് ഗോൾഡൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമായിട്ടാണ് പൊന്നുംതുരുത്ത് അറിയപ്പെടുന്നത്. എൻ്റെ കൂടെ തുരുത്തിലേക്ക് പോകാൻ 2 പേരും കൂടിയുണ്ട്. അതിലൊരാൾ ക്ഷേത്രത്തിലെ ശാന്തിയും മറ്റൊരാൾ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നത്. അങ്ങനെ വള്ളക്കാരൻ വന്നിട്ടുണ്ട്. പുള്ളി വള്ളത്തിൻ്റെ ലോക്കൊക്കെ അഴിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വള്ളത്തിലേക്ക് കയറാൻ പോകുന്നത്. സോ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വള്ളത്തിൽ കയറി ഇനി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഈ സ്ഥലത്തിന് പൊന്നുംതുരുത്ത് എന്ന് പേര് വരാനുള്ള പ്രധാന കാരണം പണ്ട് രാജഭരണകാലത്ത് ഇവിടെയൊക്കെ വനപ്രദേശമായിരുന്നു. ആ ഒരു സമയത്ത് ആറ്റിങ്ങൽ കൊട്ടാരവും മറ്റ് രാജകുടുംബാംഗങ്ങളുമായിട്ടൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ നിധികുംഭങ്ങളെല്ലാം, അതായത് ഗോൾഡൊക്കെ ഈ ഒരു തുരുത്തിൽ കുഴിച്ചിട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ കുടുംബാംഗങ്ങൾ വന്ന് ഈ സ്വർണ്ണങ്ങളെല്ലാം കുഴിച്ചെടുത്തുകൊണ്ട് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. കണ്ടോ, നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. വളരെ സമാധാനമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇടയ്ക്ക് ഇവിടേക്ക് വന്ന് പോകുന്നത് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് നന്നായിരിക്കും. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കടവിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന വഴി. ഇവിടെ ഒരുപാട് തണൽ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഏരിയ. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായൊരു ക്ഷേത്രമാണ്. ഈ മരങ്ങൾക്കിടയിൽ നല്ലൊരു ക്ഷേത്രം. പിന്നെ ഭയങ്കര സൈലൻ്റാണ് ഇവിടെ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ശിവനും പാർവതിയുമാണ്. പിന്നെ ഗണപതിയും വിഷ്ണുവുമുണ്ട്. ശിവരാത്രിക്കാണ് ഈ ഒരു ക്ഷേത്രത്തിലെ ഉത്സവം വരുന്നത്. ആ ഒരു ടൈമൊക്കെ നല്ല തിരക്കായിരിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട് മറ്റൊരു കടവും കൂടിയുണ്ട്. നമുക്കേതായാലും അവിടെയും കൂടി പോയി നോക്കാം. ശരിക്കും ഒരു കാട് വൈബാണ് ഇവിടെ. നിറയെ മരങ്ങളാണ്, പല ടൈപ്പ് മരങ്ങൾ. അതുപോലെ ഒരു ഹൊറർ പടമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ.
അതുപോലെ ഈ കാണുന്നതൊരു പാർക്കാണെന്ന് തോന്നുന്നു, ഒരു ചിൽഡ്രൻസ് പാർക്കാണെന്ന് തോന്നുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഇതോ അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു പാലം കണ്ടോ, അത് പണയിക്കടവ് പാലം എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകുവശത്തായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടോ, അത് അകത്തുമുറി കോളേജാണ്, അകത്തുമുറി ഡെൻ്റൽ കോളേജ്. പണയിക്കടവ് ഭാഗത്തു നിന്ന് വരുന്ന വള്ളങ്ങൾ ഇവിടെയാണ് നിർത്തുന്നത്. ഇവിടെ വരുന്നവർ ഒരിക്കലും ഈ ഒരു കടവ് മിസ് ചെയ്യരുത്. ഇവിടെ വന്നിട്ടേ പോവുള്ളൂ. കാര്യം അത്രയ്ക്ക് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തന്നെ പോവുകയാണ്. എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള ലൊക്കേഷനും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ പൊന്നന്തുരുത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ നെടുങ്കണ്ട കടവിലേക്ക് തന്നെ പോവുകയാണ്. ഇതൊക്കെയാണ് പൊന്നന്തുരുത്തിലെ കാഴ്ചകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ ഫ്രം വിക്കി വ്ളോഗ്സ്.